വെൽക്കം ടു ഇംഗ്ലീഷ് ലോഞ്ച്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹൗ മച്ചും ഹൗ മെനിയും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ മിക്കവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണല്ലേ ഹൗ മച്ചും ഹൗ മെനിയും. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹൗ മച്ചും ഹൗ മെനിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും ഇവർ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിനു മുമ്പായിട്ട് നമുക്ക് രണ്ട് എക്സാമ്പിൾസിൽ നിന്ന് തന്നെ തുടങ്ങാം. നോക്കിക്കേ, how many siblings do you have? അല്ലേ, how many siblings do you have? ഇനി നമുക്ക് അടുത്തത് പറയാം, how much water did you drink? അല്ലേ, how much water did you drink? How much water did you drink? ഇതിനു മുമ്പായിട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കൗണ്ടബിൾ നൗൺസ് എന്താണെന്നും അൺകൗണ്ടബിൾ നൗൺസ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് നൗൺസ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ്, എണ്ണാൻ പറ്റുന്ന നൗൺസിനെയാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് നമ്മൾ പറയുന്നത്. എണ്ണാൻ പറ്റാത്ത നൗൺസിനെ അൺകൗണ്ടബിൾ നൗൺസ് എന്നുമാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ മാസ് നൗൺസ് എന്ന് നമുക്ക് പറയാം. ദോസ് വിച്ച് കനോട്ട് ബി കൗണ്ടഡ് അതിനെയാണ് അൺകൗണ്ടബിൾ എന്ന് പറയുന്നത്. എണ്ണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നൗൺസ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ് ആർ കോൾഡ് കൗണ്ടബിൾ നൗൺസ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ എക്സാമ്പിൾസിലോട്ട് വരികയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ആദ്യത്തെ എക്സാമ്പിളിൽ പറയുന്നത് എന്താണ്, ഹൗ മെനി സിബ്ലിങ്സ് ഡു യു ഹാവ്? അല്ലെ, നിനക്ക് എത്ര സിബ്ലിങ്സ് ആണ് ഉള്ളത്? അപ്പൊ എന്റെ ഉത്തരം എന്തായിരിക്കും? എനിക്ക് 2 പേരാണുള്ളത്, അല്ലെങ്കിൽ എനിക്ക് 3 സിബ്ലിങ്സ് ആണ് ഉള്ളത്, അല്ലെ. അപ്പൊ ഈ 2 3 പറയുന്നത് കൗണ്ടബിൾ ആയിട്ടല്ലേ ഞാൻ പറയുന്നത്, ഒരു എണ്ണത്തെ അല്ലേ കാണിക്കുന്നത്. അപ്പൊ എണ്ണത്തെ കാണിക്കുന്ന നൗൺസ് ആണ് കൗണ്ടബിൾ നൗൺസ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിനക്ക് എത്ര സിബ്ലിങ്സ് ആണ് അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളാണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്റെ ഉത്തരം എന്ന് പറയുന്നത് ഐ ഹാവ് 2 സിബ്ലിങ്സ് അല്ലെങ്കിൽ ഐ ഹാവ് 5 സിബ്ലിങ്സ്, അല്ലെ. അപ്പൊ ഈ 2 എന്നും 5 എന്നൊക്കെ പറയുന്നത് കൗണ്ടബിൾ നൗൺ അല്ലേ, എണ്ണാൻ പറ്റുന്ന നൗൺസ് അല്ലേ. പക്ഷെ രണ്ടാമത്തെ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ പറയുന്നത് എന്താണ്, ഹൗ മച്ച് വാട്ടർ ഡിഡ് യു ഡ്രിങ്ക്? അല്ലെ, നീ എത്ര വെള്ളമാണ് കുടിച്ചത്? ഇവിടെ വെള്ളം എന്ന് പറയുന്നത് ഓർ വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അൺകൗണ്ടബിൾ നൗൺ, അല്ലെ. വാട്ടർ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. നമുക്ക് പറയാൻ പറ്റുമോ എത്ര വെള്ളമുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തി മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല, അല്ലെ. വാട്ടർ എന്ന് പറയുന്നത് നമുക്കൊരു ക്വാണ്ടിറ്റി ആയിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ പറയാം ഹൗ മെനി ബോട്ടിൽസ് ഓഫ് വാട്ടർ ഡിഡ് യു ഡ്രിങ്ക് എന്ന് ചോദിച്ചാൽ അവിടെ അർത്ഥം എന്താണ്, നീ എത്ര കുപ്പി വെള്ളമാണ് കുടിച്ചത്, അല്ലെങ്കിൽ എത്ര ബോട്ടിൽസ് ഓഫ് വാട്ടർ ആണ് നീ കുടിച്ചത്. അപ്പൊ എനിക്ക് പറയാം ഞാൻ 2 ബോട്ടിൽ വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ 3 ബോട്ടിൽ വെള്ളം കുടിച്ചു എന്ന് എനിക്ക് പറയാം. അപ്പൊ ഇവിടെ പറയുന്നത് ബോട്ടിലിന്റെ എണ്ണത്തെ അല്ലേ കാണിക്കുന്നത്, കൗണ്ടബിൾ നൗൺ അല്ലേ. അപ്പൊ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം, ഹൗ മെനി യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൗ മച്ച് ആണ്. ഇത്രയേ ഉള്ളൂ ഹൗ മെനിയും ഹൗ മച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഹൗ മെനി നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ്. ഹൗ മെനി യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ്. എണ്ണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു നമ്പർ എണ്ണത്തെ കാണിക്കുന്ന നൗൺസിന്റെ കൂടെയാണ് ഹൗ മെനി നമ്മൾ യൂസ് ചെയ്യുന്നത്, കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ. ഓക്കെ, ഇനി ഹൗ മച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ്. ദോസ് വിച്ച് കനോട്ട് ബി കൗണ്ടഡ് അല്ലെങ്കിൽ മാസ് നൗൺസ് എന്നൊക്കെ പറയാം. അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് ഹൗ മച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി എണ്ണാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഹൗ മെനി സിബ്ലിങ്സ് ഡു യു ഹാവ്? അല്ലെ, ഇവിടെ സിബ്ലിങ്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ അല്ലേ, ഒന്നിൽ കൂടുതലില്ലേ. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹൗ മെനി നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ആയിരിക്കും. നൗൺ വരുന്നത് പ്ലൂറൽ ആയിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ, ഹൗ മച്ച് വാട്ടർ ഡിഡ് യു ഡ്രിങ്ക്? അല്ലെ, ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. പക്ഷെ ഇവിടെ വെള്ളത്തിനെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല, അല്ലെ. വാട്ടർ എന്ന് പറയുന്നത് ഇവിടെ സിംഗുലർ അല്ലേ,
വാട്ടേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. വാട്ടർ എന്ന് തന്നെയല്ലേ പറയുന്നത്. അപ്പൊ ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ അല്ലേ? കണ്ടോ, സിംഗുലർ ആണ്. സോറി, ഹൗ മച്ച് വാട്ടർ ഡിഡ് യു ഡ്രിങ്ക്? വാട്ടർ എന്ന് പറയുന്നത് നമുക്കിവിടെ വാട്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, വാട്ടർ എന്ന് തന്നെയാണ് പറയുന്നത്. സോ സിംഗുലർ നൗൺ ആണ് ഇവിടെ വാട്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഹൗ മച്ച് യൂസ് ചെയ്യുന്നത് അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ആയിരിക്കും. നൗൺ അവിടെ എന്തായിരിക്കണം? സിംഗുലർ നൗൺസ് ആയിരിക്കും, വിച്ച് കനോട്ട് ബി കൗണ്ടഡ്. പക്ഷേ ഹൗ മെനി യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ആയിരിക്കും. നൗൺ വരുന്നത് സിംഗുലർ നൗൺ ആയിരിക്കും, പ്ലൂറൽ നൗൺ ആയിരിക്കും നമ്മുടെ കൗണ്ടബിൾ നൗൺസിൽ വരുന്നത് അല്ലെ. സിബ്ലിങ്സ്, കസിൻസ് എന്നൊക്കെ പറയുന്നത് പ്ലൂറൽ നൗൺസ് ആണല്ലേ. അപ്പൊ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ പ്ലൂറൽ നൗൺസും ഹൗ മച്ചിന്റെ കൂടെ സിംഗുലർ നൗൺസുമാണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഹൗ മച്ച് യൂസ് ചെയ്തിട്ട് കുറച്ച് എക്സാമ്പിൾസ് കണ്ടു നോക്കാം അല്ലെ. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹൗ മച്ച് sugar would you like in your coffee? അല്ലേ? How much sugar would you like in your coffee? ഇവിടെ ഞാൻ പറയുന്നത് എന്താണ്? നിന്റെ കോഫിയിൽ എത്ര ഷുഗർ ആണ് നിനക്ക് വേണ്ടത്? ഇവിടെ ഷുഗർ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ അല്ലേ. പഞ്ചസാര എത്ര ഉണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല, അൺകൗണ്ടബിൾ നൗൺ അല്ലേ. ഷുഗർ എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ, സിംഗുലർ നൗൺ അല്ലേ. അപ്പൊ ഒരു അൺകൗണ്ടബിൾ നൗൺ വരുന്നത് കാരണം ഇവിടെ ഹൗ മച്ച് ആണോ ഹൗ മെനി ആണോ യൂസ് ചെയ്യേണ്ടത്? ഹൗ മച്ച് അല്ലേ. സോ ഹൗ മച്ച് ഷുഗർ വുഡ് യു ലൈക്ക് ഇൻ യുവർ കോഫി? അടുത്ത ഒരു എക്സാമ്പിൾ കണ്ടു നോക്കാം. ഹൗ മച്ച് does it cost? അല്ലെ, ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? ഇതിന്റെ വില എത്രയാണ്? ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു വിലയെ കുറിച്ചാണ് ചോദിക്കുന്നത്, കോസ്റ്റ് അല്ലെ. മണി എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. മണീനെ നമുക്ക് എണ്ണാൻ പറ്റുമെങ്കിൽ പോലും ഗ്രാമറിൽ വരുമ്പോൾ മണിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആയിട്ടാണ്. അപ്പൊ മണി, കോസ്റ്റ് ഇതിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും ഹൗ മച്ച് ആണ്. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഒരു കോസ്റ്റ്, അതുപോലെ മണി, ഇതെല്ലാം അൺകൗണ്ടബിൾ സെൻസിലാണ് പറയുന്നത്. അപ്പൊ അവിടെ ഹൗ മച്ച് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ കോസ്റ്റ് എത്രയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം കോസ്റ്റിനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഹൗ മച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. സോ ഇവിടെ നമ്മൾ ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്, ഹൗ മച്ച് ആണ് യൂസ് ചെയ്തത്. അടുത്തൊരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ഹൗ മച്ച് വാട്ടർ ഡിഡ് യു ഡ്രിങ്ക് അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഹൗ മച്ച് വാട്ടർ ഡിഡ് യു ഡ്രിങ്ക്. ഇവിടെയും നോക്കിക്കേ, വാട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. വാട്ടർ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്, എണ്ണാൻ പറ്റില്ല. പക്ഷെ ഒരു ബോട്ടിലിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ, എത്ര കുപ്പി വെള്ളമാണ് നീ കുടിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിലോ കുപ്പിയുടെ എണ്ണം നമുക്ക് പറയാം അല്ലേ. അപ്പൊ നമുക്ക് അവിടെ ഹൗ മെനി യൂസ് ചെയ്യാം. ഹൗ മെനി ബോട്ടിൽസ് ഓഫ് വാട്ടർ ഡിഡ് യു ഡ്രിങ്ക്? ഹൗ മെനി ബോട്ടിൽസ് ഓഫ് വാട്ടർ അല്ലേ. അപ്പൊ അവിടെ നമുക്ക് ഹൗ മെനി യൂസ് ചെയ്യാം. അല്ല, ഇവിടെ വാട്ടറിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. വാട്ടർ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ നമ്മൾ ഇവിടെ ഹൗ മച്ച് യൂസ് ചെയ്തു. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹൗ മച്ചിനെ തുടർന്ന് എപ്പോഴും വരുന്നത് ഏത് നൗൺ ആയിരിക്കും? അൺകൗണ്ടബിൾ നൗൺ ആയിരിക്കും. സിംഗുലർ ആയിരിക്കോ പ്ലൂറൽ ആയിരിക്കോ? സിംഗുലർ നൗൺസ് ആയിരിക്കും അല്ലെ. കാരണം ഇവിടെ ഷുഗർ എന്നും വാട്ടർ എന്നും ആണ് പറയുന്നത്, ഷുഗേഴ്സ്, വാട്ടേഴ്സ് ഒന്നും നമ്മൾ പറയുന്നില്ല. ഇനി നമുക്ക് ഹൗ മെനി യൂസ് ചെയ്തിട്ട് കുറച്ച് എക്സാമ്പിൾസും കൂടി കണ്ടു നോക്കാം. ഇപ്പൊ നമ്മൾ പറയാണ് ഹൗ മെനി students are there in your class അല്ലെ. how many students are there in your class? നിന്റെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ സ്റ്റുഡൻസ് എന്നല്ലേ പറയുന്നത്. സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു കൗണ്ടബിൾ നൗൺ അല്ലേ. നമുക്ക് പറയാം
എന്റെ ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ 25 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. 25, 50 എന്നൊക്കെ പറയുന്നത് ഒരു എണ്ണത്തെയാണ് കാണിക്കുന്നത്, ഒരു കൗണ്ടബിൾ നൗൺ ആണ് അല്ലെ. സ്റ്റുഡൻസ് പ്ലൂറൽ അല്ലേ, അപ്പൊ നമ്മൾ ഇവിടെ ആരെയായിരിക്കും യൂസ് ചെയ്യുക? ഹൗ മച്ച് ആയിരിക്കോ? ഇല്ല, ഹൗ മെനി ആയിരിക്കും അല്ലേ. ഹൗ മെനി സ്റ്റുഡൻസ് ആർ there in your class? അടുത്തത് നമുക്ക് നോക്കാം. How many cousins do you have? അല്ലേ, how many cousins do you have? നിനക്ക് എത്ര കസിൻസ് ആണ് ഉള്ളത്? അപ്പൊ എനിക്ക് പറയാം, എനിക്ക് 2 കസിൻസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ എനിക്ക് 5 കസിൻസ് ആണ് ഉള്ളത്. അവിടെയും കൗണ്ടബിൾ സെൻസ് ആണ്. കസിൻസ് എന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്നതല്ലേ. ഇവിടെ നോക്കിക്കേ, ഹൗ മെനി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കസിൻസ് എന്ന് പറയുന്ന ഒരു കൗണ്ടബിൾ നൗൺ ആണ്, പ്ലൂറൽ ആണ് അല്ലേ. അടുത്തത് നോക്കാം. ഹൗ മെനി countries are there in the world? അല്ലേ, how many countries are there in the world? ലോകത്ത് എത്ര കൺട്രീസ് ആണുള്ളത് അല്ലെ, വേൾഡിൽ എത്ര രാജ്യങ്ങളാണുള്ളത്? പറയാൻ പറ്റത്തില്ലേ എത്ര കൺട്രീസ് ആണുള്ളതെന്ന്? കൗണ്ടബിൾ അല്ലേ, അൺകൗണ്ടബിൾ അല്ലല്ലോ. നമുക്ക് ഒരു എണ്ണം പറയാൻ പറ്റില്ലേ? ഇവിടെ കണ്ടോ, കൺട്രീസ് നമുക്ക് എണ്ണാൻ പറ്റുന്നതാണല്ലേ. അപ്പൊ കൗണ്ടബിൾ അല്ലേ, പ്ലൂറൽ അല്ലേ. സോ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്തു? ഹൗ മെനി യൂസ് ചെയ്തു. ഒരു എക്സാമ്പിളും കൂടി നമുക്ക് കണ്ടു നോക്കാം. ഹൗ മെനി ഡേയ്സ് are there? How many days are there in January? അല്ലേ, ജാനുവരിയിൽ എത്ര ദിവസങ്ങളാണുള്ളത്? നമുക്ക് പറയാൻ പറ്റില്ലേ എത്ര ദിവസങ്ങളാണുള്ളതെന്ന്? കൗണ്ടബിൾ അല്ലേ. അപ്പൊ ഒരു കൗണ്ടബിൾ ഡേ നൗൺ അല്ലെ, ഡേയ്സ് എന്നാണ് പറയുന്നത്. ദിവസങ്ങൾ കൗണ്ടബിൾ ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം? ഹൗ മെനി നമുക്ക് യൂസ് ചെയ്യാം. സോ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹൗ മെനി നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ആയിരിക്കും അല്ലെ. ഹൗ മെനി യൂസ് ചെയ്യുന്നത് എപ്പോഴും കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ആയിരിക്കും. കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്നത്. ഈ കൗണ്ടബിൾ നൗൺസ് എപ്പോഴും പ്ലൂറൽ നൗൺസ് ആയിരിക്കും കേട്ടോ, പ്ലൂറൽ നൗൺസ് ആയിരിക്കും. സിബ്ലിങ്സ്, കസിൻസ്, സ്റ്റുഡൻസ്, ഡേയ്സ്, കൺട്രീസ് ഇതെല്ലാം പ്ലൂറൽ അല്ലേ. അപ്പോ പ്ലൂറൽ നൗൺസ് ആയിരിക്കും, പ്ലൂറൽ നൗൺ. ഇനി ഹൗ മച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ആയിരിക്കും. ദോസ് വിച്ച് കനോട്ട് ബി കൗണ്ടബിൾ. അൺകൗണ്ടബിൾ എന്നും പറയാം, മാസ് നൗൺസ് എന്നും പറയാം. അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ആയിരിക്കും. നൗൺ എപ്പോഴും സിംഗുലർ ആയിരിക്കും. വാട്ടർ, ഷുഗർ അല്ലെ, മണി ഇതെല്ലാം അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഹൗ മെനി കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ, ഹൗ മച്ച് അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ. കൗണ്ടബിൾ ആവുമ്പോൾ പ്ലൂറൽ നൗൺ ആയിരിക്കും, അൺകൗണ്ടബിൾ ആവുമ്പോൾ സിംഗുലർ നൗൺ ആയിരിക്കും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തേത്. ഹൗ മെനിയും ഹൗ മച്ചും തമ്മിലുള്ള ഡിഫറൻസ് വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കോമെന്റ് ചെയ്യുക. സോ അടുത്ത സെഷനായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ താങ്ക് യു.